ഞാൻ ഇപ്പോൾ ഒരു പേര് പറയാം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ChatGPT എന്നാണ് എൻ്റെ പേര്. ഈ പേര് ഇപ്പൊ നമ്മളെന്നെ ഈ പേര് ഒരു 100 വട്ടമായി പറയുന്നത്, എന്നിട്ടും ഇതിന്റെ തീരുന്നില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്തൊക്കെ തരം അപ്ഡേറ്റ്സ് ആണ് ഈ ChatGPT ഇല്ല. ഞാൻ ഇപ്പൊ അപ്ഡേറ്റ് പറയാനല്ല വന്നത്, വേറൊരു കാര്യം പറയാനാണ് വന്നത്. ChatGPT ഇപ്പൊ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഞാനും ആപ്പ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ആപ്പ് ത്രൂ അല്ലാണ്ട് ChatGPT എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം? സഫാരി, ഗൂഗിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് വെബിലേക്ക് നമ്മൾ ഡയറക്റ്റ് കയറും. ഇതൊന്നും അല്ലാണ്ട് വാട്സപ്പിൽ നമുക്ക് ഒരാളോട് ചാറ്റ് ചെയ്യുന്ന പോലെ ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പിൽ നമ്മളൊരു കോൺടാക്ട് എങ്ങനെ സേവ് ചെയ്യാം? മുകളിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അതിൽ ന്യൂ കോൺടാക്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് സേവ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണിക്കും, കൺട്രി. ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ കൺട്രി കാണിക്കും. ഏത് കൺട്രി അവിടെ കാണിക്കുക? അതെ, അത് നിങ്ങൾ ഏത് കൺട്രിയിലാണ് നിൽക്കുന്നത് ആ കൺട്രി അവിടെ ഡിഫോൾട്ട് ആയിട്ട് കാണിക്കുക. ആ കൺട്രി മാറ്റിയിട്ട് അവിടെ US കൊടുക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക. സ്വാഭാവികമായിട്ടും അവിടെ കൺട്രി മാറുമ്പോൾ കൺട്രി കോഡും മാറും. ഇന്ത്യയിൽ +91 ആണല്ലോ, അവിടെ +1 അങ്ങനെ എന്തോ ആണ് കൺട്രി കോഡ് US വരുന്നത്. അവിടെ ഞാനൊരു നമ്പർ പറഞ്ഞാൽ 8002428478. ഈ നമ്പർ സേവ് ചെയ്യാം. എന്നിട്ട് പേര് കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കുക? ലൈക്ക് ChatGPT കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ChatGPT-നോട് ഒരു ചാറ്റ് ബോട്ട് പോലെ നമുക്ക് ഒരാളോട് ചാറ്റ് ചെയ്യുന്ന രൂപത്തിൽ വാട്സപ്പിൽ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, ഒരു അപ്ഡേറ്റ് ഒന്നല്ല, ലൈക്ക് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് വാട്സപ്പ് ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗുഡ് ഓപ്ഷൻ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ബയോയിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.